നമ്മളിപ്പോൾ ചർമ്മ സംരക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. ഓരോ വ്യക്തിയുടെ സ്കിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കെയർ ചെയ്യേണ്ടതാണെങ്കിലും അല്ലെങ്കിൽ അതിൽ വരുന്ന അസുഖങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ വ്യക്തിയുടെ പ്രകൃതി എല്ലാം അസസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ചർമ്മ സംരക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ ചർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളുടെ ചികിത്സകളിലേക്കോ കടക്കേണ്ടത്. വാദപ്രകൃതിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ സ്കിന്നും വാദപ്രകൃതി തന്നെ ആയിരിക്കും. അപ്പൊ വാദികമായിട്ടുള്ള ലക്ഷണങ്ങളും ഗുണങ്ങളും ഒക്കെ ആയിരിക്കും ആളുടെ സ്കിന്നിന്. അതായത് വളരെ ഡ്രൈ ആയിട്ടുള്ളതും എന്താ പറയുക രൂക്ഷമായിട്ടുള്ളതും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള സ്കിൻ ടൈപ്പ് ആയിരിക്കും വാദപ്രകൃതിയുടെ. അതുപോലെ ഓരോ പ്രകൃതിയും ഇപ്പൊ നമ്മൾ മോഡേൺ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓരോ സ്കിൻ ടൈപ്സ് ഉണ്ട്. അതായത് ഡ്രൈ സ്കിൻ ടൈപ്പ്, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്, ഓയിലി സ്കിൻ ടൈപ്പ്, നോർമൽ സ്കിൻ ടൈപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഓരോ സ്കിൻ ടൈപ്പിനും അതിൻ്റെതായ സംരക്ഷണവും അതിൻ്റെതായ എന്താ പറയാ ഡിസീസ് ക്ലിയറൻസും ഉണ്ട്.